ഐഡിയസ് നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമായിട്ടുള്ള വിപരീത ഭിന്നങ്ങൾ എന്ന പാഠം വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിയാലോ. യെസ്, ആദ്യം തന്നെ പാഠം തുടങ്ങുന്നത് ഇവിടെ ആദ്യം ഇവിടെ 2 പാക്കറ്റ് പേനകളുണ്ട്. ഒന്നാമത്തെ പാക്കറ്റില് 2 പെന്നുണ്ട്. രണ്ടാമത്തെ പാക്കറ്റിൽ 8 പെന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ പാക്കറ്റുകൾ തമ്മിലുള്ള ബന്ധം എന്താ ചോദിക്കുമ്പോ നിങ്ങൾ പറയും, ഒന്നാമത്തെ പാക്കറ്റിൽ കൂടെ 6 കൂട്ടിയാല് രണ്ടാമത്തെ പാക്കറ്റിലെ പേനകളുടെ എണ്ണം കിട്ടും എന്നാവും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക അല്ലേ. ഹേയ്, നമ്മളിപ്പോ ചെറിയ കുട്ടികളല്ല, 7ാം ക്ലാസ്സിൽ എത്തിയില്ലേ. 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളെ പോലെ ഇത്ര കൂട്ടിയാലാണ് ഇത്ര കുറച്ചാലാണെന്ന് പറയാൻ നമുക്ക് ഇനി പറ്റുമോ? ഇല്ല. നമ്മൾ ഇനി വലിയ മക്കളാണ് നമ്മളിപ്പോ അല്ലേ. അപ്പൊ വലിയ മക്കളായി നമ്മൾ ഇനി എന്താ പഠിക്കാൻ പോണത്? ഭാഗവും മടങ്ങൊക്കെയാണ് പഠിക്കാൻ പോണത്. സംഭവം സിമ്പിൾ ആട്ടോ. അതാണ് ഈ വിപരീത ഭിന്നങ്ങൾ ഇന്നത്തെ പാഠത്തില് നമ്മൾ പഠിക്കാൻ പോണത്. പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ആള് ഭയങ്കര കോമഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒന്നാമത്തെ പാക്കറ്റ് 2 പേനകളുള്ള ഈ ഒന്നാമത്തെ പാക്കറ്റും 8 പേനകളുള്ള ഈ രണ്ടാമത്തെ പാക്കറ്റും തമ്മിലുള്ള എന്താണ് ബന്ധം എന്ന ചോദ്യം. അപ്പോ ഈ 2നെ എങ്ങനെ 8 ആക്കി മാറ്റാൻ പറ്റും? ആദ്യം 2, 8. അപ്പൊ നമുക്കൊക്കെ അറിയാം, ഈ 2നെ പിടിച്ചിട്ട് 4 കൊണ്ടൊക്കെ ഗുണിച്ചാല് നമുക്ക് എന്ത് കിട്ടും? 4 കൊണ്ടൊക്കെ ഗുണിച്ചാൽ നമുക്ക് 8 കിട്ടും എന്ന് മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതായത് 2ന്റെ 4 മടങ്ങാണ് 8 എന്ന് പറയാം. ഇങ്ങനെ പറയാം. 2 നമ്മൾ എന്തുകൊണ്ടാ ഗുണിച്ച്? 4 അല്ലേ. അപ്പൊ ഗുണിക്കാന്നുള്ള നിങ്ങൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? മടങ്ങ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2ന്റെ 4 മടങ്ങാണ് 8. സിമ്പിൾ അല്ലേ? ആണല്ലേ. യെസ്, അങ്ങനെയാണെങ്കിൽ എന്താ മടങ്ങ് മനസ്സിലായി. ഇനി ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. ഈ 8നെ പിടിച്ച് എന്തൊക്കെയാ? തല കുത്തി നിർത്തും. അതായത് 4നെ പിടിച്ച് ഇവിടെ 4 മടങ്ങല്ലേ. ഇനി എത്ര ഭാഗമാണ് ചോദിക്കുമ്പോ 4നെ പിടിച്ച് തല കുത്തി നിർത്തുക. അതിപ്പോ എങ്ങനെ 4 തല കുത്തി നിൽക്കുക? 4നെ തല കുത്തി നിൽക്കാൻ വയ്ക്കും. അപ്പൊ ചില ബിരുദന്മാർ പറയും, മാം എനിക്കറിയാം, ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇങ്ങനെ 4 തല കുത്തി എഴുതാൻ പറ്റുമോ? ഇല്ല. അതിനൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ശരിക്കും പോലെ പറഞ്ഞാല് ഈ 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാ? 4/1 വിചാരിക്കാം. അത് അടിയില് ഹരണം 1 എന്ന് പറഞ്ഞാല് 4നെ 1 കൊണ്ട് ഹരിച്ചാ എത്ര ആൻസർ കിട്ടുക? 4 തന്നെ. 10നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്ര ആൻസർ കിട്ടുക? 10 തന്നെ. 100നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 100 തന്നെ. പിന്നെ നമ്മൾ ഈ ഹരണം 1 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ 4 ഹരണം 1 എഴുതില്ല. ശരിക്കും പോലെ പറഞ്ഞാൽ ഈ 4 എന്ന് പറഞ്ഞത് എന്താണ്? 4/1 ആണ്. അപ്പൊ ഈ 4/1 തിരിച്ച് തല കുത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ താഴെയുള്ള 1 മുകളിൽ പോവും, മുകളിലുള്ള 4 താഴെ വരും. അപ്പോ 4ന്റെ തല കുത്തി നിർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉത്തരം 1/4 ആണ്. അപ്പൊ നമുക്ക് നേരത്തെ തല തിരിച്ച് പറയുകയാണെങ്കിൽ ഈ 8ന്റെ, അതായത് ഇവിടെ 8ന്റെ 1/4 ഭാഗമാണ് 2. അയ്യവാ, മനസ്സിലായോ? ഒന്നും കൂടി മാം മനസ്സിലാക്കി തരാം കേട്ടോ. അതായത് നമ്മൾ ആദ്യം എന്തെടുത്തു? 2 എടുത്തു. ഈ 2ന് 8 എടുക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ × 4 ചെയ്തു അല്ലെ. അപ്പൊ ഈ 4 എന്താണ്? 2ന്റെ 4 മടങ്ങാണ് കേട്ടോ. 2ന്റെ 4 മടങ്ങാണ് 8. ഇനി ഈ 4 തല കുത്തി നിർത്തിയപ്പോ 1/4 കിട്ടി അല്ലേ. അപ്പോ 8ന്റെ 1/4 ഭാഗമാണ് 2. കൺഫ്യൂഷൻ ആയോ? ഇല്ല. മനസ്സിലായിന്ന് വിചാരിക്കണേ. അതായത് ഇവിടെ നോക്ക്. അപ്പൊ നമുക്കിതാ ഇവിടെ നമ്മുടെ ചെറിയ കുട്ടികളാകുമ്പോ പറഞ്ഞ പോലെ 2നേക്കാളും 6 കൂടുതലാണ് 8. 8നേക്കാളും 6 കുറവാണ് 2. നമ്മൾ അങ്ങനെയല്ല പറയാ. ഇതൊക്കെ എന്താണ്? ചെറിയ കുഞ്ഞു മക്കൾ പറഞ്ഞതാ. നമ്മള് വലിയ മക്കളായില്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? 2ന്റെ 4 മടങ്ങാണ് 8. 8ന്റെ 1/4 ഭാഗമാണ് 2. മനസ്സിലായോ? യെസ്. അപ്പൊ പെണ്ണിന്റെ കാര്യമൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് വലിയ കാര്യം നോക്കിയാലോ. അതായത് നമുക്ക് ഇനി എന്താണ്? ഈ ഡമ്പലല്ലേ, നമ്മൾ ഈ ജിമ്മിലുള്ള ആൾക്കാരൊക്കെ പിടിച്ച് മേലക്കും താഴേക്കും വെക്കുന്ന സാധനം കേട്ടിട്ടുണ്ടല്ലോ. യെസ്, ഈ സംഭവം നോക്കാം. ഇവിടെ നമുക്ക് പറയാൻ പറ്റും.
ആദ്യത്തെ ഡമ്പലിന് എത്ര 5 കിലോ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് 15 കിലോ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താ നമ്മുടെ ചോദ്യം? അതായത് 5ന്റെ അതായത് ഈ ചെറുതിന്റെ എത്ര മടങ്ങാണ് വലുത്? അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഇവിടെ 5 ഇല്ലേ, 5നെ പിടിച്ചിട്ട് വാടോ, 5നെ ഇവിടെ പിടിച്ച് നിർത്തി. ഇവിടെ എന്തുണ്ട്? 15 ഉണ്ട്. 5നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാ 15 കിട്ടുക? നമുക്കറിയാലേ, 5നെ 3 കൊണ്ട് ഗുണിക്കുമ്പോ അല്ലേ, 5നെ 3 കൊണ്ടല്ലേ. അപ്പൊ ഈ ഗുണിക്കുന്നതിന് പകരം ഗുണിക്കുന്ന ഈ ഗുണനചിഹ്നത്തിന് നമ്മൾ എന്താ പറയാ? മടങ്ങ്. മടങ്ങ എന്താ ശരിയാണല്ലോ, മടങ്ങാണ്. അപ്പൊ 5ന്റെ 3 മടങ്ങാണ് 15. അതായത് 3 × 5 അല്ലേ 15. യെസ്. ഇനി എത്ര ഭാഗമാണ് അറിയണം. ഇങ്ങോട്ട് എത്ര ഭാഗമാണ് 15ന്റെ എത്ര ഭാഗമാണ് 5 ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? 3നെ പിടിച്ച് തല തിരിച്ച് തല കുത്തി നിർത്തണം. 3നെ തല കുത്തി നിർത്തുമ്പോ എങ്ങനെയാവുക? ശരിക്കും 3 എന്ന് പറഞ്ഞാൽ 3/1 ആണ്. അതിനെ തല കുത്തി നിർത്തുമ്പോ എന്തായി? 1/3 ആയി. അപ്പൊ 15ന്റെ 1/3 ഭാഗമാണ് 5. അയ്യവാ, മനസ്സിലായോ? അപ്പൊ നമുക്കിതാ അതെ, ഈ 5ന്റെ 3 മടങ്ങാണ് ഈ 15ന്റെ 1/3 ഭാഗമാണ് 5. യെസ്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഇനി കുറച്ചൊരു എന്താ പറയാ, കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യൻ പോയാലോ നമുക്ക്? യെസ്. അപ്പൊ എന്താ ചോദ്യം? ഒരു പാത്രത്തിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും. എത്ര ലിറ്ററാണ്? 10 ലിറ്റർ. മറ്റൊരു പാത്രത്തിൽ 15 ലിറ്ററും കൊള്ളും. ഇനി ഇവ തമ്മിലുള്ള എത്ര ഭാഗമാണ്, എത്ര മടങ്ങാണ്? ഇതാണ് നമ്മൾ പറയാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ഇങ്ങനെയാണുള്ളത് കേട്ടോ. അതായത് ഇവിടെ ഒരു 10 ലിറ്റർ കൊള്ളണ ഒരു പാത്രം ഉണ്ട്. ഇവിടെ ഒരു 15 ലിറ്റർ കൊള്ളണ ഒരു പാത്രമുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ 2 നമ്പേഴ്സ് ആയി, 10 ഉണ്ട് 15 ഉണ്ട്. ഇനി 10ന്റെ എത്ര മടങ്ങാണ് 15 എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ മുകളിൽ ചെയ്ത പോലെ തന്നെ 10നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 15 കിട്ടുക നോക്കുമ്പോഴാണ് കാര്യാവുക. നമുക്ക് കിട്ടുമോ? 10നെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് 10 × 1 10, 10 × 2 20 അല്ലേ വരിക? 15 വരുമോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ ചെയ്യാൻ നമ്മുടെ കയ്യിൽ വഴിയുണ്ട് കേട്ടോ. നമുക്ക് 10 ലിറ്ററിന്റെ നമ്മുടെ കയ്യിൽ 10 ലിറ്ററിന്റെ ഒരു പാത്രം ഉണ്ട്. അപ്പൊ ഈ 15 ലിറ്ററിന്റെ പാത്രത്തേക്ക് നമ്മൾ വെള്ളം നിറയ്ക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഈ 10 ലിറ്ററിന്റെ പാത്രത്തിൽ നിറയെ വെള്ളത്തിൽ ഈ പാത്രത്തേക്ക് ഒഴിച്ചു. 15 ലിറ്ററിന്റെ പാത്രത്തേക്ക് ഒഴിക്കുകയാണേ. അപ്പൊ ഏകദേശം ഇത്രയും നിറഞ്ഞു. ഇനി ഇത്ര ഭാഗം കൂടി, ഇത്രയും ഭാഗം 10 ലിറ്ററിന്റെ ഈ ഒരു പാത്രം നിറയെ വെള്ളത്തിൽ ഇതിക്ക് ഒഴിച്ചപ്പോ ഇത്രയായി. അപ്പൊ ഒരു തവണ ഒഴിച്ചപ്പോ നിറഞ്ഞിട്ടില്ല. വീണ്ടും നമ്മൾ എത്രയാണ്? ഇവിടെ 10, ടോട്ടൽ ഇവിടെ 15 ലിറ്റർ കൊള്ളും. ഇത്ര 10 ആണ്. ബാക്കി ഇവിടെ 5 ലിറ്റർ കൂടി ഉണ്ടാവില്ലേ വെള്ളം നിറയാൻ. ടോട്ടൽ 15 ലിറ്റർ കൊള്ളണ ഒരു പാത്രമാണ്. 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു. അപ്പൊ 10 ലിറ്റർ നിറഞ്ഞു. ബാക്കി 5 ലിറ്ററിന്റെ ഒരു സ്പേസ് കൂടി ഉണ്ടാവൂലേ. 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഈ ഒരു 10 ലിറ്ററിന്റെ പകുതി, ഇത് ഇത്രയ്ക്ക് വെള്ളം എടുത്തിട്ട് പകുതി വെള്ളം എടുത്തിട്ട് വീണ്ടും ഒഴിച്ചാൽ 15 ആയി. അപ്പൊ ആദ്യം ഒരു പാത്രം നിറയെ ഒഴിച്ചു. പിന്നെ ഈ 10 ലിറ്റർ പാത്രത്തിന്റെ ഒരു പകുതിക്ക് നമ്മൾ ആരാന്നല്ലേ പറയാ? എനിക്കൊരു പകുതി താടാ, ഒരു മിഠായിന്റെ പകുതി താടാ, ഒരു അര പുട്ട് താടാന്നല്ലേ നമ്മൾ പറയാ? പകുതി ഗുളിക കഴിക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും ഒരു ഗുളികയുടെ പകുതി കഴിക്കുക, നമ്മൾ അര കഴിക്കണം എന്നല്ലേ പറയാ? അപ്പൊ പകുതിക്ക് നമ്മൾ അരാന്നല്ലേ പറയാ? അര നമ്മൾ 1/2 അല്ലേ? അപ്പൊ ഫുള്ളായിട്ട് 1ഉം പിന്നെ ഒരു അരയും. അപ്പൊ ഒരു 1ഉം ഒരു 10 ലിറ്ററിന്റെ ഒരു ഫുൾ പാത്രവും പിന്നെ 10ന്റെ പകുതി അരയും. അപ്പൊ 5. അപ്പൊ 10 + 5 15 ആയി. അപ്പൊ 1ഉം അരയും കൂട്ടി എത്ര വരിക? 1.5 അല്ലേ? യെസ്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലായി 1.5 അതായത് 10ന്റെ 1.5 മടങ്ങാണ് 15. എങ്ങനെ മനസ്സിലായി? 10ന്റെ 1.5 മടങ്ങാണ് 15. അപ്പൊ 10ന്റെ 1.5 മടങ്ങ് മനസ്സിലായോ? ഈ 1.5നെ പിടിച്ചിട്ട് നമ്മൾ എങ്ങനെയാ, അതായത് നമുക്ക് എത്ര 15ന്റെ എത്ര ഭാഗമാണ് 10 നോക്കണം. അപ്പൊ 1.5നെ പിടിച്ച് തലകുത്തി നിർത്താൻ നമുക്ക് ആവോ? ഇല്ല. അപ്പൊ ഈ 1.5 കുറച്ച് വിഷമം പിടിച്ച ആളാണ്. മിശ്രഭിന്നമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ളത്. അതായത് ആദ്യം ഒരു നമ്പർ,
പിന്നെ അതിൻ്റെ കൂടെ ഒരു ഭിന്നസംഖ്യ. ഇതെന്താണ്? ഇതൊരു മിശ്ര ഭിന്നമാണ്. ഈ മിശ്ര ഭിന്നത്തെ നമ്മൾ എന്താക്കി മാറ്റണം? നമ്മൾ ഇതിനെ സാധാ ഭിന്നസംഖ്യയാക്കി മാറ്റണം അല്ലേ? അപ്പൊ ഇത് എങ്ങനെ മാറ്റുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇത്. അപ്പൊ ഒന്നും കൂടി നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ ഒന്നും കൂടി ഓർമ്മ പുതുക്കാം നമുക്ക് അല്ലേ? യെസ്. അപ്പോ ഈ താഴെയുള്ള ആളില്ലേ, ഇവിടെ ഇരിക്കണ ഈ താഴെയുള്ള ആളിനെ ഇയാളെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുക. 1 × 2. പിന്നെ ഇതിനെ പ്ലസ് ചെയ്യുക. +1. പിന്നെ താഴെ ഈ 2 തന്നെ. അപ്പോൾ 1 × 2 + 1 / 2. അപ്പൊ എന്ത് വന്നു? 1 × 2 2, 2 + 1 3 3. പിന്നെ താഴെ ഉണ്ട് 2, 3/2. ഇത് ഏത് നമ്പേഴ്സ് ആണ്? ഏത് മിശ്രഭിന്നമാണെങ്കിലും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ജസ്റ്റ് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ നമ്പർ ഇങ്ങനെയാണ് വിചാരിച്ചോ, 2 3/5 എന്ന് വിചാരിച്ചോ. ഈ ഒരു മിശ്രഭിന്നത്തിനെ എങ്ങനെ നമുക്ക് ഭിന്നസംഖ്യയായിട്ട് മാറ്റാൻ പറ്റും? അതായത് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇൻറ്റു ചെയ്യുക. അപ്പൊ 2 × 5. പിന്നെ ഈ 3 അങ്ങോട്ട് കൂട്ടുക. പിന്നെ താഴെ 5. അതേപോലെ തന്നെ ഇവിടെ 1 × 2 + 1/2. ഇവിടെ 2 × 5 + 3/5. അപ്പൊ ഇത് നിങ്ങൾ എല്ലാ ക്ലാസ്സിലും വലിയ ക്ലാസ്സിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഈ 1 അതായത് 1/2 നമ്മൾ എന്താക്കി മാറ്റി? 3/2 എന്ന് പറഞ്ഞ ഒരു വിഷമ ഭിന്നാക്കി മാറ്റി. മിശ്ര ഭിന്നത്തിനെ നമ്മൾ വിഷമ ഭിന്നം അല്ലെങ്കിൽ ഭിന്നസംഖ്യയായിട്ട് മാറ്റി. ഇനി കൊള്ളാലോ കളി. ഇനി ഈസി ആയല്ലോ. ഇവിടെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇവിടെ 10 ഉണ്ട്. ഈ 10 15. അപ്പൊ 10ന്റെ 1/2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10ന്റെ 3/2 മടങ്ങാണ് 15. ഇനി 15ന്റെ എത്ര ഭാഗമാണ് 10 ചോദിച്ച് എന്ത് ചെയ്യാ? ഈ 3/2 പിടിച്ച് തല കുത്തി നിർത്തുക. 3/2 ഉണ്ട്, അതിനെ തല കുത്തിയുമ്പോൾ 2/3 ആവും. അപ്പൊ 15ന്റെ 2/3 ഭാഗമാണ് 10. അപ്പൊ മനസ്സിലായോ? അപ്പോ ഇനി ഇത് അല്ലാതെ വേറെ രീതിയിൽ കൂടി പറയാം. ഇപ്പൊ നമ്മളോട് പറയാണ്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ വേറെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയാം. ഇപ്പൊ ഒരു കയറിന്റെ നീളം 4 മീറ്റർ, മറ്റൊരു കയറിന്റെ നീളം 14 മീറ്റർ. ഇവ തമ്മിലുള്ള ബന്ധം മടങ്ങും ഭാഗവുമായി പറയുന്നത് എങ്ങനെ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ കയ്യിൽ 4 മീറ്ററുള്ള ഒരു കയറുണ്ട്, 14 മീറ്ററുള്ള ഒരു കയറുണ്ട്. നമുക്ക് ആദ്യം ഇതിനെ 4ന്റെ എത്ര മടങ്ങാണ് 14 നോക്കണം. 4ന്റെ എത്ര മടങ്ങാണ് 14? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4നെ 14 ആക്കണം. ഓക്കെ. അപ്പോ 4നെ 14 ആക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ഇത് നമുക്ക് എന്തൊക്കെ എത്തണം? 14ക്ക് എത്തണം. അപ്പൊ ചെറിയൊരു നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമുക്ക് എത്തേണ്ടത് എന്താണ് കേട്ടോ, ഡിവൈഡഡ് ബൈ നമ്മുടെ തുടങ്ങിയത്, എത്തേണ്ടത് ബൈ തുടങ്ങിയത്. ഈ സംഭവം വെച്ച് കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. 4നെ നമുക്ക് 14 ആക്കണം. അപ്പൊ നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? 4 നിന്നാണ്. എവിടേക്ക് എത്തണം? 14ക്ക് എത്തണം. അപ്പൊ 14 എവിടെന്നാ തുടങ്ങിയത്? 4. അപ്പൊ 14/4 എന്ന് കിട്ടും. ഇനി 14/4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, രണ്ടും ഇരട്ട സംഖ്യകളാണ്. 14ഉം ഇരട്ട സംഖ്യയാണ്, 4ഉം ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാറ്റി എഴുതിയാലോ? അതായത് ഈ 14/4നെ 14 നമുക്ക് എന്ത് എഴുതാം? രണ്ടും ഇരട്ട സംഖ്യയാണ്, 2ന്റെ ഗുണിതങ്ങളാണ്. 14 നമുക്ക് 2 × 7 എന്ന് എഴുതാം. 4നെ നമുക്ക് 2 × 2 എന്ന് എഴുതാം. അപ്പൊ മുകളിൽ താഴെയും ഒരേ സംഖ്യകളുണ്ട്. നമുക്ക് അവന് എന്ത് ചെയ്യാം? വെട്ടി കളയാം. ബാക്കി എന്താണ്? 7/2 എന്ന് വന്നു. 7 2 വെട്ടാൻ പറ്റുമോ? ഇല്ല. ഒന്ന് എന്താണ്? ഒറ്റ സംഖ്യയാണ്. ഒന്ന് എന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഇവിടെ നമുക്ക് 2 നമ്പേഴ്സ് ആണ്, 4 ഉണ്ട് 14 ഉണ്ട്. അപ്പോ 4ന്റെ 7/2, അതായത് 4ന്റെ 7/2 മടങ്ങാണ് എന്തുള്ളത്? 14. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 4ന്റെ 7/2 മടങ്ങ് കേട്ടോ, മടങ്ങാണ് 14. ഇനി തിരിച്ചു കിട്ടാൻ സുഖല്ലേ?
തല കുത്തി നിർത്തിയ പോരെ, വിപരീത ഭിന്നമാക്കിയ പോരെ. യെസ്. അപ്പൊ 14ന്റെ ഇവിടെ 7/2 ആണെങ്കിൽ ഇവിടെ നമുക്ക് 7/2 ആണെങ്കിൽ തിരിച്ച് എത്രയായിരിക്കും? 2/7 ഭാഗമാണ് 4. അപ്പൊ 4ന്റെ 7/2 ഭാഗമാണ് 14. 14ന്റെ 2/7 ഭാഗമാണ് 4. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവം മനസ്സിലാക്കി വെച്ച് ശരിക്കും കിട്ടും. നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങിയത് അത് താഴെ വരിക, നമുക്ക് എവിടെയാണ് എത്തേണ്ടത് അവിടെ കൊടുത്താൽ നമുക്ക് ആൻസർ ശരിക്കും നമുക്ക് കിട്ടും, എത്ര മടങ്ങാണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇവിടെ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സുമയുടെ കയ്യിൽ 16 രൂപയുണ്ട്, സഫീറിന്റെ കയ്യിൽ 4 രൂപയും. സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗമാണ് സഫീറിന്റെ കയ്യിലുള്ളത്? സഫീറിന്റെ കയ്യിലുള്ളതിന്റെ എത്ര മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്? അപ്പൊ ഇവിടെ രണ്ട് തരം. ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒന്ന് ഭാഗം കാണാൻ, ഒന്ന് മടങ്ങ് കാണാൻ. ഈ രണ്ട് ചോദ്യം, അങ്ങനത്തെ രണ്ട് ചോദ്യം നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ ഈ ഒരു പാഠത്തില്. അപ്പൊ ഇത് രണ്ട് കാണാൻ ചെറിയൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പറയാം. ഒന്ന് മടങ്ങ് കാണാൻ, ഒന്ന് എത്ര ഭാഗമാണെന്ന് കാണാൻ. അപ്പൊ ഇത് രണ്ടും മടങ്ങ് കാണാൻ നമുക്ക് രണ്ട് നമ്പേഴ്സ്, രണ്ട് സംഖ്യകൾ എന്താണെന്ന് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ 16, 4, അല്ല ഓരോ ചോദ്യത്തിലും ഇവിടെ 6, ഇവിടെ 26, അങ്ങനെ പല നമ്പേഴ്സ് ഒരു ക്വസ്റ്റ്യനിൽ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ മടങ്ങ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വലിയ നമ്പർ നമുക്ക് തന്നതില് വലുതില്ലേ, ആ വലുതിനെ പിടിച്ച് ചെറുതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എത്ര മടങ്ങാണെന്ന് കിട്ടും. ഇനി ഈ ഭാഗം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് ചെറുതിനെ പിടിച്ച് ചെറിയ സംഖ്യയെ പിടിച്ചിട്ട് വലിയ സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കണം. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കാൻ തയ്യാറാക്കി വെക്കുക കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഈ ട്രിക്ക്. അപ്പൊ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അപ്പൊ സുമയുടെ കയ്യിലതിന്റെ എത്ര ഭാഗമാണ് എന്ന് പറയുമ്പോൾ സുമയുടെ കയ്യിൽ 16 ഉണ്ട്, സഫീറിന്റെ കയ്യിൽ 4 ഉണ്ട്. ഇനി എത്ര ഭാഗമാണ്? ഭാഗം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെറുത് എഴുതണം, താഴെ വലുത് എഴുതണം. അപ്പൊ 4/16. അപ്പോ 4/16 നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ 16 എന്ന് പറഞ്ഞാൽ 4ന്റെ ഗുണന പട്ടികയിൽ വരുന്ന ഒരു നമ്പർ ആണല്ലോ, ആണല്ലേ? 4 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 1 എന്ന് എഴുതാം. 16 എങ്ങനെ എഴുതാം? 4 × 4 എന്ന് എഴുതാം. ഇനി നിങ്ങൾക്ക് ഈ 4 കൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ 4ഉം 16ഉം രണ്ടും എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അപ്പൊ രണ്ടിനോണ്ടുമാണ് ചെയ്യാട്ടോ. അപ്പൊ അത് രണ്ടിനെ കൊണ്ട് 2 × 2, 2 × 8 അങ്ങനെയും ചെയ്യാം. ഇനി ഇതറിയാത്തവർക്ക് അങ്ങനെ പറഞ്ഞുതരാം. അതായത് ഇത് രണ്ടും ഇരട്ട സംഖ്യകളാണ്. 4ഉം ഇരട്ട സംഖ്യയാണ്, 16ഉം ഇരട്ട സംഖ്യയാണ് അല്ലെ? ഇരട്ട സംഖ്യ എന്താ, ഒറ്റ സംഖ്യ എന്തെന്ന് അറിയാലോ? അറിയാത്തവർ പറയണം കേട്ടോ. അപ്പോ 4 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2. 16 നമുക്ക് എങ്ങനെ എഴുതാം? 16 2ന്റെ ഗുണപട്ടികയില് 2 × 8 അല്ലേ 16 വരണത്? അതെ. അപ്പൊ മുകളിലെ 2ഉം താഴത്തെ 2ഉം ടിഷും വെട്ടിപ്പോയി. ബാക്കി എന്താ വരിക? 2/8 വന്നു അല്ലെ? വീണ്ടും ഇവ രണ്ടും എന്താണ്? ഇരട്ട സംഖ്യകളാണ്. വീണ്ടും ഇത് എന്താണ്? 2ന്റെ ഗുണനപ്പട്ടികയിൽ വരുന്ന രണ്ട് നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 2നെ നമുക്ക് 2 × 1 എന്ന് എഴുതാം. 8നെ 2 × 4 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. ഈ 2ഉം 2ഉം വെട്ടിപ്പോവല്ലോ. ബാക്കി ഇവിടെ ആരാ വരിക? 1/4. അപ്പോ ആൻസർ എങ്ങനെ എഴുതണം? ഇത് അതുപോലെ എഴുതണം. സുമയുടെ കയ്യിലുള്ളതിന്റെ എത്ര ഭാഗമാണെന്നുള്ള അല്ലേ, അവിടെ എത്ര ഭാഗമാണ് പകരം എഴുതണം. 1/4 ഭാഗമാണ് സഫീറിന്റെ കയ്യിലുള്ളത്. അങ്ങനെ സെന്റൻസ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, സഫീറിന്റെ കയ്യിലുള്ളതിന്റെ എത്ര മടങ്ങാണ്? അപ്പൊ നമ്മളോട് മടങ്ങ് കാണാൻ പറഞ്ഞു. മടങ്ങ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വലുത് ബൈ ചെറുതാണ്. അപ്പോ വലുത് എത്രയാണ് ഇവിടെ? 16/4. അപ്പൊ 16/4 പറഞ്ഞാല് 16 നമുക്ക് എങ്ങനെ എഴുതാം? 4 × 4. 4 എങ്ങനെ എഴുതാം? 4 × 1. 4ഉം 4ഉം വെട്ടിപ്പോയി. 4/1. ഇനിയിപ്പോ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 1/4 എന്ന് പറഞ്ഞാൽ അതിന് തല കുത്തി നിർത്തിയ 4/1 ആവില്ലേ? യെസ്. അപ്പൊ 4/1 എന്ന് പറഞ്ഞാല് 4/1 പറയുന്നത് 4 തന്നെയാണ്. അപ്പൊ സഫീറിന്റെ കയ്യിലുള്ളതിന്റെ ഈ എത്ര എന്നുള്ളത് ഇവിടെ ഇങ്ങോട്ട് വെട്ടിയിട്ട്, ഇത് വെട്ടല്ല, നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം. സഫീറിന്റെ കയ്യിലുള്ളതിന്റെ 4 മടങ്ങാണ് സുമയുടെ കയ്യിലുള്ളത്. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം അല്ലെ? അടുത്ത ചോദ്യം, വലിയ സഞ്ചിയിൽ 9 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. പഞ്ചസാരയുടെ കണക്കാണ്. ചെറിയ സഞ്ചി
സഞ്ചിയിൽ 6 കിലോഗ്രാം. നമുക്ക് പഞ്ചസാര ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ഇരുമ്പായിക്കോട്ടെ, മണ്ണായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്താ വേണ്ടത്? ആ 2 നമ്പേഴ്സാണ് വേണ്ടത്. ഇവിടെ 9 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പൊ നമ്മുടെ 2 നമ്പേഴ്സിനെ, 2 സംഖ്യകൾ നമ്മൾ ഇവിടെ പിടിച്ചെഴുതി. ഇനി ചെറിയ സഞ്ചിയിലുള്ളതിന്റെ എത്ര മടങ്ങാണ്? മടങ്ങ് കാണുമ്പോ എന്താണ് നമ്മൾ ഓർമ്മ വരേണ്ടത്? വലുത് ബൈ ചെറുത്. അപ്പൊ വലുത് എത്ര? ഇവിടെ 9 ബൈ 6. അപ്പൊ 9 ബൈ 6 എന്ന് പറഞ്ഞാൽ 9ഉം 6ഉം എന്താണ്? കാണുമ്പോഴേ നമുക്കറിയാം 2ഉം 3ന്റെ ഗുണന പട്ടികയിൽ വരുന്ന 2 നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 9നെ 3 × 3 എന്ന് എഴുതാം, 6നെ 3 × 2 എന്ന് എഴുതാം. അപ്പൊ നോക്ക്, 2 3കൾ താഴെ മുകളിലും വെട്ടിക്കളഞ്ഞു. അപ്പൊ പിന്നെ എന്താ നമുക്ക് ഉത്തരം കിട്ടിയത്? 3 ബൈ 2 എന്ന് നമ്മളെ ഉത്തരം വന്നു അല്ലേ? അപ്പോ നമുക്ക് എന്താ ആൻസർ കിട്ടി? ഇവിടെ എഴുതാ, ചെറിയ സഞ്ചിയിലുള്ളതിന്റെ 3/2. ഇവിടെ 3/2 ആണ്. 3/2 മടങ്ങാണ് വലിയ സഞ്ചിയിലുള്ളത്. ഇനി അടുത്തത്, വലിയ സഞ്ചിയിലുള്ളതിന് എത്ര ഭാഗമാണ് ചോദിച്ചാൽ, ഭാഗം ചോദിച്ചാൽ ചെറുത് ബൈ വലുതാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഈ 3/2 നേരെ തല കുത്തി നിർത്തുക. അപ്പൊ എന്തായിരിക്കും? 2/3. അപ്പൊ എത്ര ഭാഗമാണ് എത്രാന്ന് വിട്ടിട്ട് ഇവിടെ എന്ത് എഴുതണം? വലിയ സഞ്ചിയിലുള്ളതിന്റെ 2/3 ഭാഗമാണ് ചെറിയ സഞ്ചിയിലുള്ളത്. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ചോദ്യത്തിൽ 3ാമത്തെ ചോദ്യം നോക്കിയാലോ നമുക്ക്. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 6 കിലോഗ്രാം, മറ്റൊരു കട്ടയുടെ ഭാരം 26 കിലോഗ്രാം. അപ്പൊ നമുക്ക് നമ്മുടെ 2 നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഒന്ന് 6 ഉണ്ട്, ഒന്ന് 26 ഉണ്ട്. ഇനി ആദ്യത്തെ ചോദ്യം നോക്ക്. ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ എത്ര ഭാഗമാണ്? അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? എത്ര ഭാഗമാണ്? ഭാഗം ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ചെറുത് ബൈ വലുത്. ഇത് അങ്ങോട്ട് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. ഭാഗം ചോദിച്ചാൽ ചെറുത് ബൈ വലുത്, മടങ്ങ് ചോദിച്ചാൽ വലുത് ബൈ ചെറുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചെറുത് എത്രയാണ്? 6 ബൈ 26. അപ്പൊ 2 നോക്കുമ്പോൾ 6ഉം ഇരട്ട സംഖ്യയാണ്, 26ഉം ഇരട്ട സംഖ്യയാണ് അല്ലെ? 6 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം 3 അല്ലെങ്കിൽ 2 × 3 എന്ന് എഴുതാം 6നെ. 26നെ എങ്ങനെ എഴുതാം? 2 × അറിയാത്തവർ എന്ത് ചെയ്യാം? 26നെ ഇങ്ങനെ ഹരിക്കുക, 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 2ൽ 2, 6ൽ 3. അപ്പൊ നമുക്ക് ഇതൊരു 13 നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 2 × 13 ആണ് 26. ഇനി എന്ത് ചെയ്യണം? 2നെ നമുക്ക് വെട്ടിക്കളയാം. ഈ 2നെയും ഈ 2നെയും വെട്ടിക്കളഞ്ഞു. ബാക്കി ആരാ വരിക? 3/13. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 3/13. അപ്പൊ എന്താണ്? ചെറിയ കട്ടയുടെ ഭാരം വലിയ കട്ടയുടെ ഭാരത്തിന്റെ എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യനിൽ എത്ര എന്നുള്ള ഭാഗത്തിന് വെട്ടിയിട്ട് ഉത്തരം ഇങ്ങനെ തന്നെ എഴുതണേ. 3/13 ഭാഗമാണ്. ഇനി വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിന് എത്ര മടങ്ങാണ്? മടങ്ങ് നമുക്ക് വലുത് ബൈ ചെറുത് എഴുതാം, അല്ലെങ്കിൽ എന്താ? ഈ 3/13 നേരെ തല കുത്തി നിർത്താം. അപ്പൊ തല കുത്തി നിർത്തുമ്പോ എന്താവും? 13/3 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താണ്? വലിയ കട്ടയുടെ ഭാരം ചെറിയ കട്ടയുടെ ഭാരത്തിന്റെ 13/3 മടങ്ങാണ്. മനസ്സിലായോ? നെക്സ്റ്റ് ഇതില് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഒരു റിബണിന്റെ നീളം മറ്റൊരു റിബണിന്റെ നീളത്തിന്റെ 2/3 മടങ്ങാണ്. ചെറിയ റിബണിന്റെ നീളം വലുതിന്റെ എത്ര മടങ്ങാണ്? ഓക്കെ, അപ്പോ 2 റിബൺ ഉണ്ട് നമ്മളെ കയ്യില്. 2 റിബണിന്റെയും ഒരു റിബൺ ചെറുതാണ്, ഒരു റിബൺ വലുതാണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് മറ്റൊരു റിബണിന്റെ നീളത്തിന്റെ 2/3 മടങ്ങാണ്. നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് തന്നിട്ടില്ല. 2ന്റെയും ചെറിയ റിബണിന്റെയും വലിയ റിബണിന്റെയും നീളം നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് ചെറിയ റിബണിന്റെ 2/3 മടങ്ങാണ് വലിയ റിബൺ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2/3 ഇതെന്താണ്? ഇതൊരു മിശ്രഭിന്നമാണ്. ഈ മിശ്രഭിന്നത്തിന് നമ്മൾ സാധാരണ നമ്മൾ തലതിരിച്ച് എഴുതാം. അപ്പൊ തലകുത്തി എഴുതാൻ നമുക്ക് എന്ത് ചെയ്യണം? ഭിന്നസംഖ്യയായിട്ട് കിട്ടണം അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെ ചെയ്യാം? അതായത് ആദ്യം ഇതിന് 2 ഇൻറ്റു ചെയ്യാം. 2 × 3 പ്ലസ് ഇത് കൂടി 2 കൂട്ടുക. താഴെ എന്താണ്? ഈ 3 എഴുതാം. അപ്പൊ എന്താ? 2 × 3 6, 6 + 2 8, 8/3 എന്ന് കിട്ടും. അപ്പൊ ഇത് എന്താണ്? 8/3 ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഒരു റിബണിന്റെ നീളം മറ്റൊരു ചെറിയ റിബണിന്റെ നീളത്തിന്റെ 8/3 മടങ്ങാണ്. ചെറിയ റിബണിന്റെ നീളം വലുതിന്റെ എത്ര ഭാഗമാണ്? അപ്പോ നമ്മൾ നമുക്ക് 2 നമ്പേഴ്സ് വലുത് ബൈ ചെറുത് അല്ലെങ്കിൽ ചെറുത് ബൈ വലുത് എടുക്കാൻ ഇവിടെ നമുക്ക് 2 നമ്പേഴ്സും തന്നിട്ടില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലടാ.
കാരണം എന്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 8/3 എന്താണ് മടങ്ങാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 8/3 തല തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? 3/8. ഇതെന്താണ്? ഇതാണ് ഇതിന്റെ ഭാഗം. അപ്പൊ നമ്മളിവിടെ ഉത്തരം എന്താണ്? വലുതിന്റെ എത്ര ഭാഗമാണ്? എന്താണ് ഉത്തരം? ഇവിടെ 3/8 ഭാഗമാണ്. അപ്പൊ എന്ത് എഴുതണം? ചെറിയ റിബണിന്റെ നീളം വലുതിന്റെ 3/8 ഭാഗമാണ് അങ്ങോട്ട് എഴുതിയാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും, മാർക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടുത്ത് തിരിച്ചും മറിച്ചും ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ? അപ്പൊ ഓക്കെ, ബൈ.